ദിക്റിന്റെ പേരിൽ തട്ടിപ്പുകൾ, സലാത്തിന്റെ പേരിൽ തട്ടിപ്പുകൾ, ഒക്കെ നബിസ്നേഹമാണ് പിന്നിൽ. ദിക്റുകൾ, മജ്ലിസുകൾ, ദിക്ർ മജ്ലിസുകൾ, നാടൊട്ടാകെ മജ്ലിസുന്നൂറുകൾ. ആ മജ്ലിസുന്നൂർ പെണ്ണുങ്ങളുടെ ഘനഗംഭീരമായ ഒഴുക്കാണ്. ഒരു പെണ്ണ് ഇസ്ലാമിക വേഷം ധരിച്ച് പള്ളിയിലൊന്ന് പോയി നിസ്കരിച്ചാൽ ഹറാമോട് ഹറാമ്, അത് ഹറാമാണ്. അവൾ അതിന് അങ്ങോട്ട് പോകണം, അവരെ കാണാനാണ്, ഇവരെ കാണാനാണ്, പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ആകെ പരാതി, ഒന്നും പറയാൻ ബാക്കി ഉണ്ടാവില്ല. എന്നാലോ മജ്ലിസുന്നൂറിലേക്ക് ഉസ്താദിനോട് സംശയം ചോദിക്കാനും ഉസ്താദിനെ കൊണ്ട് ദുആയിരപ്പിക്കാനും പെണ്ണുങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ്. എന്നിട്ട് മജ്ലിസുന്നൂർ നടത്താത്ത മുജാഹിദുകളൊക്കെ പഴച്ചവര്. എന്താ സഹോദര ഈ മജ്ലിസുന്നൂർ? എന്താ അവിടെ ചെയ്യുന്നത്? മജ്ലിസുന്നൂർ എന്ന് പറഞ്ഞിട്ട് തങ്ങന്മാര്, മുസ്ലിയാക്കന്മാര്, കുറെ പെണ്ണുങ്ങളാണ് ധാരാളം, അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ എന്ത് പറയും, ഇങ്ങനെ ബദരീങ്ങളുടെ പേരിങ്ങനെ പറയാ, ബദരീങ്ങളുടെ പേരിങ്ങനെ പറയാ. എന്നിട്ട് അവരോട് ദുആ ചെയ്യാ, അവരെ കൊണ്ട് ഇടതേടുക. ദണ്ണം വബാ വസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമൈ കാക്കണം യാ റബ്ബനാ എന്നിങ്ങനെ ഒരാളിങ്ങനെ പാടുക, അതിങ്ങനെ ഏറ്റുപാടുക. നമ്മൾ ആലോചിച്ച് നോക്കി സഹോദരെ, എല്ലാ മുസീബത്തുകളും ബലാലുകളും കടം കൊണ്ട് വലഞ്ഞാലും അതുപോലെയുള്ള ഏത് പ്രശ്നങ്ങൾക്കും മജ്ലിസുന്നൂർ പോയി ഇരുന്ന് കൊടുക്കുക. അവിടെ കവറിൽ ഇങ്ങനെ പൈസ കൊടുക്കുക. വെറും മജ്ലിസുന്നൂറിൽ കാലി കവറുമായിട്ട് നിങ്ങൾ പോയാൽ ആ പരിപാടി പൂട്ടും. അപ്പൊ മജ്ലിസുന്നൂറിലെ വലിയ ലൈറ്റ് നിങ്ങൾ കൊടുക്കുന്ന കവറാണ്. അതില്ലെങ്കിൽ അവിടെ വലിയ നൂറൊന്നും ഉണ്ടാവില്ല. എന്നാൽ പ്രധാനമായിട്ട് അവിടെ പറയുന്ന ആശയത്തിന്റെ തലം എന്താണ്? പറയുന്ന ആശയത്തിന്റെ തലം എന്ന് പറയുന്നത് ബദരീങ്ങളുടെ പേരിങ്ങനെ പറയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ഹാജത്തുകളും വീടും. ബദരീങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ബദരീങ്ങൾ ഞങ്ങൾ അവരെ പേര് പറയുന്നതൊക്കെ അവരിങ്ങനെ കാണുന്നുണ്ട്, അവർ കേൾക്കുന്നുണ്ട്. മാത്രല്ല ബദരീങ്ങളെ വിളിച്ചാൽ വിളിപ്പുറത്തുനിന്ന് വരികയും ചെയ്യും. അവരെ വിളിച്ചാൽ നിനക്കെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, നിനക്കെന്തെങ്കിലും പ്രയാസങ്ങൾ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, നീ വിളിച്ചോളണം ഉടനെ. എന്ത്? യാ അഹ്ല ബദ്ര ശുഹദാ, ഓ ബദർ ശുഹദാക്കളെ രക്ഷിക്കണമേ. ബദരീങ്ങൾ വിളിച്ചാ വെളിപ്പുറത്ത് വരും. മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചപ്പോ വന്നില്ലേ? വയനാട്ടിലെ കാളിച്ചേച്ചി കണ്ടില്ലേ? പച്ച കുതിരപ്പുറത്ത് മുഹീദ്ദീൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു. എന്നിട്ടതാ വാളും ചുഴറ്റിയിട്ട് ഇങ്ങനെ അതാ വയനാട്ടിലെ തരുവണയിലെ കാളിച്ചേച്ചി നേരിട്ട് കണ്ടു എന്നാണ്. ഇതുവരെ ഈ ഔസിയല്ലേ ഒറ്റ മോലിയർക്കും കാണാൻ മുഹീദ്ദീൻ ശൈഖ് മുഖം കൊടുത്തില്ല. പാവ കാളിച്ചേച്ചിക്കാണ് കാണാൻ മുഖം കൊടുത്തത്. ആലോചിച്ചു നോക്കി നിങ്ങൾ. ഇവരിങ്ങനെ ഇറങ്ങാ, കേറുക, ഇവരിങ്ങനെ വരിക, കെട്ടിപ്പിടിക്കുക, സർവ്വ മജ്ലിസുകളിലും അവർ പങ്കെടുക്കുക. ഈ വിശ്വാസം ഇസ്ലാമിലുണ്ടോ പ്രിയപ്പെട്ടവരെ? ബദരീങ്ങളുടെ പേരിലല്ല ഈ മജ്ലിസുന്നൂർ സംഘടിപ്പിക്കുന്നത്. വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, ചിന്തയുള്ള സഹോദരി സഹോദരന്മാർ ആലോചിക്ക്. ബദരീങ്ങളോട് നമുക്ക് സ്നേഹം വേണ്ടേ? നിർബന്ധമാണ്. അവർ നമ്മുടെ നേതാക്കളാണ്. അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. ആ ബദരീങ്ങളുടെ പാത എന്തായിരുന്നു? അവരുടെ ജീവിതത്തിലും ദണ്ഡങ്ങൾ ഉണ്ടായിട്ടില്ലേ? അവരുടെ ജീവിതത്തിലും പല പ്രയാസങ്ങളും ഉണ്ടായില്ലേ? ബദരീങ്ങളും കടക്കണിയിൽപ്പെട്ടിട്ടില്ലേ? ബദരീങ്ങൾക്കും മുസീബത്ത് ബാധിച്ചിട്ടില്ലേ? ബദരീങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പൊ അവരൊക്കെ എന്താ ചെയ്തത്? മദീനയിൽ ഒരു മജ്ലിസുന്നൂർ സംഘടിപ്പിച്ചിട്ട് നമുക്ക് നമ്മളെ പേരെന്നെ പറയാം. ഇനി അതല്ല, നമ്മുടെ പേരത്ര മോശമാണോ? നമ്മളിപ്പോ അത്രയാണ് പറയണ്ട. എന്നാൽ 10-300 ചിലര് 1,00,000-ഓളം വരുന്ന അമ്പിയാക്കൾ കഴിഞ്ഞു പോയിട്ടില്ലേ? അങ്ങനെ ആദം നബിയുടെ പേര് പറയാ, നോഹി നബിയുടെ പേര് പറയാ, അങ്ങനെ നബിമാരുടെ ഒക്കെ പേര് പറഞ്ഞിട്ട് അതേ ഇവരോടൊക്കെ ഇങ്ങനെ തേടുക, അവരെ ഇടതേടുക എന്ന രൂപത്തിലുള്ള ഒരു മജ്ലിസ് അള്ളാന്റെ റസൂലോ സഹാബത്തടങ്ങുന്ന ബദരീങ്ങളോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് മുജാഹിദുകൾ അത് ചെയ്യാത്തത്. എന്നാ ബദരീങ്ങളോട് സ്നേഹല്ലേ? ഉണ്ട്. ബദരീങ്ങൾ പറയുന്ന ആദർശമാണ് നമ്മൾ ഈ പറയുന്നത്. ബദരീങ്ങൾ അള്ളഹാനോട് മാത്രം വിളിച്ചു തേടിയവരാ. ബദരീങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ബലിയെറുത്തവരാ. ബദരീങ്ങൾ അള്ളാന്റെ പേരിൽ മാത്രം സത്യം ചെയ്തവരാ. ബദരീങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം നേർച്ചയാക്കിയവരാണ്. ആ പാതയാണ് നമ്മൾ പിൻപറ്റുന്നത്. ബദരീങ്ങളുടെ ടോപ്പ് ലീഡറായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും ജീവനേക്കാൾ സ്നേഹിക്കേണ്ടവരാണ് നമ്മൾ. പക്ഷെ അവരാരും കാണിച്ചിട്ടില്ലാത്ത ഒരു പരിപാടി ഈക്കക്കാരാ തുടങ്ങുന്നത്. എപിക്കാർക്ക് വേറെ മുട്ടിപ്പടിയും പെട്ടിപ്പടിയും ഒക്കെ ആയിട്ട് കുറെ വരുമാനങ്ങളുണ്ട്. അപ്പൊ അതിന്റെ മുമ്പിലൊന്നും പിടിച്ചു നിൽക്കാനാവൂല എന്ന് കണ്ടപ്പോ വേറെ ചിലർ ഇപ്പുറത്ത് തട്ടിക്കൂടിയതാണ് മജ്ലിസുന്നൂർ. മറ്റവർക്ക് മജ്ലിസുന്നൂറില്ല. അവർക്ക് സ്വലാത്ത് മജ്ലിസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഐഡിയകളാണ്. അവർക്ക് പിന്നെ പരിപാടി എന്താ വെച്ചാൽ എല്ലാവരും കൂടെ ഇങ്ങോട്ട്
പരസ്യം കൊടുക്കും. ഖദീജ കുട്ടിയോടും പറയും, ആയിഷ കുട്ടിയോടും പറയും, മുഹമ്മദ് കാക്കാനോടും പറയും, അബൂബക്കറോടും പറയും, ഉമറിനോടും പറയും, 1000 സലാത്തുകളൊക്കെ ചൊല്ലി വെക്കണം. എന്നിട്ട് അതൊക്കെ വരണ്ടിക്കൂട്ടി എന്റെ വാട്സപ്പിൽ അയക്കണം. ഞാൻ അതൊക്കെ കൂടി ലോഡായിട്ട് മദീനത്തേക്കാണ് കയറ്റുന്നത്. ഇവര് അള്ളാന്റെ റസൂലിനോട് സലാത്ത് ചെല്ലണം കൊണ്ട് കളിക്കാണ്. ആലോചിച്ച് നോക്കി നിങ്ങള്. മുത്തു മുസ്തഫാക്ക് വേണ്ടി 10 കോടി സലാത്ത്. ഒരു കർണാടകയിൽ പരിപാടിക്ക് പോയപ്പോൾ അവിടെ 10 കോടി സലാത്ത് സമർപ്പണ ചെയ്യുന്നൊരു നോട്ടീസ്. 10 കോടി സലാത്ത് സമർപ്പണ ആയിരിക്കും. അള്ളാന്റെ റസൂലിന് മദീനത്തേക്ക് 10 കോടി സലാത്ത് മൗലന്മാര് കയറ്റി അയക്കാണ് മൗലന്മാര്. എന്താടോ ഇതൊക്കെ? ഇതൊക്കെ അള്ളാന്റെ ദീനാണോ? മഹാനായ മുത്തു മുസ്തഫാക്ക് വേണ്ടി നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് സലാമുകൾ അവിടുത്തേക്ക് എത്തിക്കുവാൻ റബ്ബ് തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഓശാരം വേണ്ട, നിങ്ങളുടെ അനുവാദവും വേണ്ട, മോലേറെ പാർസൽ സർട്ടിഫിക്കറ്റും വേണ്ട. അതാ ഇസ്ലാം. ഞങ്ങൾ പഠിച്ച ഇസ്ലാം അതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്ത് സലാമുകൾ ചൊല്ലുവീൻ. ജീവിതത്തിൽ എത്ര നമുക്ക് സമയം കിട്ടുന്നോ അത്രയും തവണ ചൊല്ലിക്കോ. വെള്ളിയാഴ്ച കുറച്ച് കൂടുതലും ചൊല്ലിക്കോ. കാരണം റസൂലുള്ളാഹിക്ക് നമ്മുടെ സ്വലാത്ത് സലാമുകൾ എങ്ങനെയാണ് അതിന്റെ രൂപം എന്ന് നമുക്കറിയില്ല. അവിടുത്തേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സ്വലാത്തുകൾ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ 10 പ്രതിഫലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതേ അവസരത്തിൽ അതിൽ നാരിയ സ്വലാത്തില്ല, മറ്റുള്ള സലാത്തുകളില്ല. നബി തങ്ങൾ പഠിപ്പിച്ച ആശയത്തിന് വിരുദ്ധമായ ഒരൊറ്റ സലാത്തും ചൊല്ലരുത്. മറിച്ച് സലാത്ത് മജ്ലിസ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, തങ്ങളെ അങ്ങ് ഞങ്ങളെ കാണുന്നില്ല തങ്ങളെ, എത്ര മണിക്കൂറായി നിൽക്കുന്നു തങ്ങളെ, ആപത്ത് പറ്റിയിട്ടുണ്ട് തങ്ങളെ, രോഗം മാറ്റിത്തരണേ തങ്ങളെ, ഹായിബായി മടക്കല്ലേ തങ്ങളെ, വെറുതെ മടക്കല്ല തങ്ങളെ, യാ റസൂലല്ലാഹ് ഖുദ് ബിഐദീനാ അദ്രികിനാ യാ റസൂലല്ലാഹ് എന്ന് റസൂലുള്ളാഹിനെ വിളിച്ചു തേടുന്ന സ്വലാത്തുകൾ അനിസ്ലാമികമാണ്. ഉള്ള സലാത്തുകൾ ചൊല്ലണം, ഉള്ള സലാത്തുകൾ ചൊല്ലണം. അതാണ് ആദർശം. മറ്റൊരു ആദർശത്തിൽ വെള്ളം ചേർത്തതാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ ഈ മജ്ലിസുന്നൂറും മറ്റുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ സമൂഹത്തിലേക്ക് പല രൂപത്തിലുള്ള ചില താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ്. രക്ഷപ്പെടണം, അള്ളാഹു പഠിപ്പിച്ച ആദർശത്തെ മനസ്സിലാക്കണം. അതിന് വിശുദ്ധ ഖുർആനാണ് പഠിക്കേണ്ടത്, അതിന് തിരുസുന്നത്താണ് പഠിക്കേണ്ടത്, അത് ഇസ്ലാമികമായ വിജ്ഞാനങ്ങളിലൂടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ നേടിയെടുക്കേണ്ടത്. കുടുംബസമേതം നമ്മളതൊക്കെ പഠിക്കണം. അപ്പോഴേ കുടുംബത്തോടൊന്നിച്ച് സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ.